ഹായ് നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും കുക്കിംഗ് ഒന്നും അങ്ങനെ വലുതായിട്ടില്ല കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിന് മാത്രമേ ഉള്ളൂ. ചെറിയ കുക്കിംഗ് ഒക്കെയാണ്. വെളിയിലെ കാലാവസ്ഥയൊക്കെ ഇച്ചിരി വെയിലൊക്കെ തെളിയുന്നുണ്ട് കേട്ടോ. ഇന്നലെയൊക്കെ എന്നാ മഴയായിരുന്നേ, ഭയങ്കര മഴയായിരുന്നു. രാവിലെ തൊട്ട് തുടങ്ങി മഴയാണ്, ഇടയ്ക്കൊരു ഇച്ചിരി തെളിഞ്ഞതേ ഉള്ളൂ. പിന്നെ ഭയങ്കര മഴയായിരുന്നു. ഇന്ന് ഇച്ചിരി തെളിച്ചൊക്കെ കാണുന്നുണ്ട്. ഇത് പറയുമ്പോൾ ചോദിച്ചേക്കല്ലേ, കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിലാണോ എനിക്ക് ജോലി എന്നൊന്നും ചോദിച്ചേ. നമ്മൾ വീട്ടമ്മമാർ ഇങ്ങനെയൊക്കെയാണ്, വെളിയിലോട്ടൊക്കെ ഇറങ്ങി നോക്കിച്ച് മഴയൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ രാവിലെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മുടി കറക്കുന്നതിനുള്ളത് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലും ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ ഹെന്നയും കാര്യങ്ങളും ഒന്നും അല്ല കേട്ടോ. ഞാൻ 2 പ്രാവശ്യം ഇട്ടപ്പോഴും കുറേ പേര് അതിനകത്ത് വന്നിച്ച് എന്നോട് പറഞ്ഞായിരുന്നു ഇതൊക്കെ അലർജിയാണ്, അവർക്ക് നീരാമിരി അലർജിയാണ്, അതുകൊണ്ട് മുഖം കറക്കുന്നു എന്നൊക്കെ ഇങ്ങനെ ഒത്തിരി പേര് പറഞ്ഞു. ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ ചിലർക്ക് നീര് വീഴ്ച, അത് ഈ തണുപ്പ് ഒരുപാട് അങ്ങോട്ട് തണുപ്പല്ലേ, അതുകൊണ്ട് തലയിട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അലർജി നീരുവീഴ്ചയൊക്കെ ഉള്ളവരൊക്കെ എന്നാ ചെയ്യുന്നൊക്കെ ഒത്തിരി പേര് ചോദിച്ചപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കഷ്ടം തോന്നി കേട്ടോ. അന്നേരം എനിക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു, പുതിയൊരു ഇതിനെപ്പറ്റി. അപ്പോൾ എൻ്റെ ആ കമൻറ്റ് കണ്ടിട്ട് എൻ്റെ ഒരു ഫ്രണ്ടാണ് എന്നെ വിളിച്ചിട്ട് അവൾ എന്നോട് പറഞ്ഞു, ഇന്ന പോലൊരു ഇതുണ്ട്, നീ ഒന്ന് പറഞ്ഞു കൊടുത്തു നോക്ക്, എനിക്കത് ചെയ്ത് റിസൾട്ട് കിട്ടിയതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല, യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ നിങ്ങളിലൂടെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കും പ്രശ്നങ്ങളില്ലാത്തവർക്കും നല്ലതാണ് കേട്ടോ. ഞാനും പക്ഷേ എന്ന് പറഞ്ഞ് ഞാനും അത് ട്രൈ ചെയ്ത് കൊടുക്കണം. കാര്യം വെച്ചാൽ നമ്മൾ ഹെന്നയൊക്കെ എന്ന് പറഞ്ഞാണ്ടല്ലോ, തേച്ച് ഒരു മാസം നിൽക്കത്തില്ലെന്നേ. അത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഒരു 15-20 ദിവസം വരെയൊക്കെ നിൽക്കും. നിന്ന് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ അതങ്ങ് നമ്മുടെ മുടി കിളിർത്തുകൊണ്ടിരിക്കുമല്ലേ, അപ്പോൾ കിളിർത്ത് വരുന്ന മുടി നരച്ച മുടിയാണ് കയറി വരുന്നത്. അപ്പോൾ വീണ്ടും വെളുത്ത് വരും. അപ്പോൾ അങ്ങനെ കുറ്റിമുടിയായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഈ ഇത് തേച്ചാൽ നമ്മൾ മുടി കിളുത്ത് വരുന്ന അനുസരിച്ച് അത് കറുത്ത് നിന്നോളും. നമുക്ക് വലിയ കഷ്ടപ്പാടൊന്നുമില്ല, വേറെ ഒന്നും ചെയ്യുമൊന്നും വേണ്ട. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ നിങ്ങൾ ഇതിൻ്റെയൊക്കെ റിസൾട്ട് എന്ന് പറയുന്നത്, നമ്മൾ നാച്ചുറലായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് എപ്പോഴും കുറച്ച് വെയിറ്റ് ചെയ്താലേ നമുക്ക് അതിന് റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ കെമിക്കലൊക്കെ ചേർന്ന് മറ്റേതൊക്കെ ഉണ്ടല്ലോ, എന്നാ ഡൈ ഒക്കെ, അതൊക്കെ ചെയ്യണം. അതൊക്കെ ചെയ്യുമ്പോൾ 2 മിനിറ്റ് കൊണ്ട് റിസൾട്ട് കിട്ടും. പക്ഷേ അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്നാന്നുള്ളത് എല്ലാവർക്കും അറിയാം. മുടിക്ക് വരുന്ന പ്രശ്നങ്ങൾ, ചിലർക്ക് അലർജി, ചിലരുടെ ഇവിടെ ഇങ്ങനെ 2 സൈഡും കരിക്കട്ട പോലെ കറക്കും. ഇതിൻ്റെയൊക്കെ അലർജി കൊണ്ട് വരുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ആരും ചീത്തയും ബഹളവും പറയാതെ ഒന്ന് ക്ഷമയോട് കൂടി നിന്ന് കാണുകയും ഉപയോഗിക്കുകയും ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ 10K സബ്സ്ക്രൈബർ ആയതിൻ്റെ എല്ലാവരും എന്നോട് കൺഗ്രാറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് ഇനി എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ജിൻസി എന്നോട് ഒരു ഹായ് ചോദിച്ചിട്ടുണ്ട്. ജിൻസി ഒരു വലിയ ഹായ് തന്നിരിക്കുന്നു കേട്ടോ. ഒരുപാട് സന്തോഷം തോന്നി ഹായ് ഒക്കെ ചോദിച്ചപ്പോഴത്തേക്ക്. അപ്പം ഒരു വലിയ ഹായ് ജിൻസിക്ക് തന്നിരിക്കുന്നു. പിന്നെ നിങ്ങൾ വീഡിയോസൊക്കെ കാണുന്നവർ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒപ്പം തന്നെ അതിൻ്റെ തൊട്ടടുത്ത ബെൽ ബട്ടനും കൂടെ അമർത്തുക. എന്നിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനിലും കൂടെ ഞെക്കിയതിന് ശേഷമേ നിങ്ങൾ വീഡിയോ കണ്ട് നിർത്താവുള്ളൂ. നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടമായതിനു ശേഷം ചെയ്താൽ മതി കേട്ടോ. വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും ഞാൻ പറയുന്നില്ല, ലൈക്ക് ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ ഒന്നും പറയുന്നില്ല. നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് അത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങളൊക്കെ പറയാം, അത് കുഴപ്പമൊന്നുമില്ല. അത് നെഗറ്റീവും പോസിറ്റീവ് ആണെങ്കിലും ഞാൻ എല്ലാം പോസിറ്റീവായിട്ട് തന്നെ എടുക്കത്തുള്ളൂ. അപ്പോൾ പിന്നെ നമ്മുടെ ഇന്നത്തെ എന്നതാണ് തലയ്ക്ക് പരട്ടാനുള്ള സംഭവങ്ങൾ എന്നൊക്കെ നോക്കാം. ഇത് നമുക്കുണ്ടല്ലോ മുടി വളരുകയും ചെയ്യും കേട്ടോ. മുടി വളർച്ചയ്ക്കും നല്ലതാണ്. അപ്പം എന്നോട് കഴിഞ്ഞ ദിവസം ഞാനിത് പറഞ്ഞപ്പോൾ എൻ്റെ മുടി വളരുന്നതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കാര്യം വെച്ചാൽ നമ്മളൊരു ഇച്ചിരി കൂടെ ഒക്കെ മുടി വളർന്നിട്ട് അത് ചെയ്യാമെന്ന് വിചാരിച്ച് എന്നാന്ന് ചോദിച്ചാൽ, ഇപ്പം ഞാൻ മുടി ഇങ്ങനെ കെട്ടിയിട്ടേക്കുവാണ്. എൻ്റെ മുടി ഒട്ടും നീളമില്ലായിരുന്നെന്ന്. എനിക്ക് മുടിക്ക് നല്ല നീളമൊക്കെ ഉണ്ടായിരുന്നായിരുന്നു. പക്ഷേ എൻ്റെ മുടി മുറിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ അത് കയറി പിന്നെ ഭയങ്കരമായിട്ട് വന്നാൽ ചുരുണ്ട മുടിയും കൂടെ എൻ്റെത്. ആ മുടി ചുരുണ്ടും കൂടെ കിടക്കുന്നുണ്ട്. മുടി നീളം ഉണ്ടെങ്കിലും നീളം ഉണ്ടെന്ന് തോന്നത്തില്ലായിരുന്നു. ആ കൂടെ ഹോർമോണിൻ്റെ പ്രശ്നം കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ശരിക്കും മുടി, ഹോർമോണിൻ്റെ പ്രശ്നം തൈറോയിഡും ഒക്കെ ഉള്ളവർക്കൊക്കെ അറിയാം, മുടി നല്ലപോലെ പൊഴിയുണ്ട്. അങ്ങനെ മുടി നല്ലപോലെ പൊഴിഞ്ഞു. പക്ഷേ ഇപ്പം ഞാൻ ഇത് ചെയ്ത് ചെയ്തേണ്ട ഇവിടെയൊക്കെ കണ്ടോ കുഞ്ഞ് മുടികളൊക്കെ ഇവിടെ എല്ലാം കിളുത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ മുടികൾ കിളുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് എന്നാണെന്നുള്ളത് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാവേ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഇത് ഒന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾക്കൊക്കെ അത് ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. കാണുന്നവർ ലൈക്ക് ചെയ്യാതെയും കമൻറ്റ് ചെയ്യാതെയും പോകരുതേ. അപ്പോൾ നിങ്ങൾക്കത് പ്രയോജനപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്തൊന്ന് കൊടുക്കണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ദോശയും ചമ്മന്തിയാണ്. ചമ്മന്തി അരച്ചെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ കനം കുറഞ്ഞ ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ അവർക്കെല്ലാം കഴിക്കാനൊക്കെ കൊടുത്തു. ഞാൻ അടുക്കളയിൽ നിന്ന് ഉണ്ടാക്കി ചൂടോടുകൂടി ദോശ എടുത്ത് അതിനകത്തോട്ട് ചൂടോടുകൂടി ചമ്മന്തി ഒഴിച്ച് കഴിക്കേണ്ട ഒരു പ്രത്യേക രുചിയാണ്. ചില വായൊക്കെ ഇച്ചിരി ചൂടോടി ഒന്ന് പൊള്ളി അങ്ങനെയൊക്കെ ഒന്ന് കഴിക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് വാപുള്ളിയൊന്നും അല്ല കേട്ടോ. ചെറിയ ചൂടോടുകൂടി കഴിക്കാൻ പ്രത്യേക രുചിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ദോശയൊക്കെ കണ്ടിക്കണം. അപ്പോൾ അതുപോലെ തന്നെ വേറെ കാര്യം പറയാനുണ്ട്. ഞാൻ സ്പൂണിനകത്ത് 1 സ്പൂൺ എന്നാണ് പറഞ്ഞേക്കുന്നത്. 1 സ്പൂൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഊമ്പിരിക്ക സ്പൂണാണ്. അതെ, വലിയ സ്പൂണൊന്നും അല്ല കേട്ടോ.
ടീസ്പൂണോ അങ്ങനത്തെ ഒന്നും അല്ല കേട്ടോ. ഒരു ഊമ്പിരിക്കുക കുഞ്ഞ് സ്പൂണാണ്. ആ എണ്ണ കണ്ടല്ലോ എന്തോരം ഉണ്ടെന്നുള്ളത്, അതനുസരിച്ച് നമ്മൾ പൊടി ഇടാവുള്ളൂ. പിന്നെ ഒരുപാട് ഉണ്ടാക്കി വെച്ച് വെറുതെ ഇതാകണ്ട. നമ്മൾ ആദ്യമേ അത് ഉണ്ടാക്കി നമ്മൾ ഉപയോഗിച്ച് നമുക്ക് അലർജിയോ കാര്യങ്ങളോ ഒന്നുമില്ല, നമുക്ക് ബോധ്യപ്പെടുത്തുകയും കൂടെ ചെയ്യാമല്ലോ. അതുകൊണ്ടാണ് ഒരുപാട് ഉണ്ടാക്കേണ്ടതെന്നും കൂടെ പറയുന്നത്. നമുക്ക് ആവശ്യമുള്ളത് ഉണ്ടാക്കിയെടുക്കുക. അലർജി ഒന്നും ഇല്ലെങ്കിൽ വെറുതെ ഒരുപാട് എണ്ണ എടുത്ത് അതിനകത്ത് അത്ര എണ്ണ വെറുതെ കളയണ്ടല്ലോ. ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ. ഒരാഴ്ച കൊണ്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് കുറച്ചേലും അറിയാൻ പറ്റും. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നല്ല അടിപൊളി ചമ്മന്തിയും കൂട്ടി ഇനി കഴിക്കാനായിട്ട് തുടങ്ങുവാണ്. ഇപ്പം നമുക്ക് ഇതിന് ആദ്യം വേണ്ടത് ഇച്ചിരി കരിഞ്ജീരകമാണ്. കരിഞ്ജീരകം ഒന്ന് നല്ലപോലെ ഒന്ന് കരിച്ചെടുക്കണം. ചൂടാക്കി നല്ലപോലെ ഇച്ചിരി കറുത്തെടുക്കണേ. പിന്നെ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കട്ടെ. ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതിന് വെച്ചാൽ ഞാൻ ഒന്ന് ചതച്ചിട്ടാണ് വറക്കാനായിട്ട് ഇട്ടത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മുടെ ഈ ഇടിയോറലില്ലേ, അതിനകത്തിട്ടൊന്ന് ഇടിച്ച് വെച്ചാണ് ഞാൻ വറക്കാനായിട്ട് എടുത്തത്. അപ്പോൾ ഇനി ഒന്ന് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കട്ടെ. ഇത് നല്ലപോലെ ഒന്ന് വറുത്തെടുത്ത് തണുത്തെന്നിട്ടെ. ഇത് എന്നിട്ട് ഇനി ഒരു ഇടിയോറലിനകത്തിട്ട് തന്നെയാണ് ഞാനിത് ഇടിച്ച് പൊടിച്ചെടുക്കുന്നത്. അപ്പം നമ്മൾ അതിന് മുന്നേ ഇച്ചിരി വെള്ളം അടുപ്പിലോട്ട് വെക്കുന്നുണ്ട്. അത് നല്ലപോലെ ഒന്ന് ചൂടാകാനായിട്ട് ഇത് പൊടിച്ചുകൊണ്ട് വരട്ടെ. എന്നിട്ട് ഇതുപോലൊരു പാത്രം എടുക്കുക കേട്ടോ. ഇതുപോലൊരു ചെറിയ പാത്രം, നമുക്ക് ഒത്തിരി ഒന്നും ഉണ്ടാക്കി വെക്കേണ്ട കാര്യമില്ല, ആവശ്യത്തിനുള്ള ഉണ്ടാക്കിയാൽ മതി. എന്നിട്ട് നമുക്ക് ആഴ്ച ഉണ്ടാക്കി എടുത്താൽ മതി. അല്ലാതെ ഒത്തിരി ഉണ്ടാക്കി ഇത് വെക്കേണ്ട കാര്യമില്ല. കുറച്ച് നമുക്കിത് കുറേ ദിവസത്തേക്കുണ്ട് ഈ ശകലമായിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിന് എടുക്കേണ്ടത് നല്ല വെളിച്ചെണ്ണ വേണം കേട്ടോ. നല്ല വെളിച്ചെണ്ണ ആയിരിക്കണം എടുക്കുന്നത്. അതിപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഇത് മതി വെളിച്ചെണ്ണ, ഒരുപാട് വേണ്ട. ഇത് കണ്ടോ, ഇത്രയും മതി. ഇത്രയും വെളിച്ചെണ്ണ എടുക്കുക. എടുത്തേച്ച് അതിലേക്ക് 1 സ്പൂണ് നെല്ലിക്കാപ്പൊടിയാണേ. നെല്ലിക്കാപ്പൊടിയാണ് 1 സ്പൂൺ എടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ കരിഞ്ജീരകം, അതും വേണ്ടേ 1 സ്പൂണോളം ഉണ്ട്. 1 സ്പൂണോളം അതും കൂടി ഇട്ട് ഇത് നല്ലപോലെ കുഴയ്ക്കണം. നല്ലപോലെ കുഴച്ച് വെച്ച് ഇനി ഇത് ആർക്കും നീര് വീഴ്ചയോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഇതിനകത്തോട്ട് ഞാൻ ചേർക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ പനിക്കൂർക്കയിലയാണേ. പനിക്കൂർക്കയില ഇതുപോലെ ഒരെണ്ണം എടുത്തൊന്ന് ചെറുതായിട്ട് പൊടിച്ച് ഇതിനകത്തോട്ട് ഇടുക. പനിക്കൂർക്കയിലയാണെങ്കിലും നമ്മുടെ മുടി കറക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ. പനിക്കൂർക്കയില കൊണ്ട് തന്നെ മുടി കറക്കുന്ന ഓരോന്നൊക്കെ ഓരോരുത്തർ ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല. പനിക്കൂർക്കയില ഇത് നമുക്ക് ജലദോഷവും നീർക്കെട്ടൊക്കെ വരുന്നതിനുള്ള നല്ല ഇതാണ്. അപ്പോൾ ഇത്രയും എടുക്കുക. എന്നിട്ടിത് ഡയറക്റ്റായിട്ട് അടുപ്പേ വെച്ച് ചൂടാക്കരുത്. എണ്ണ കാച്ചെടുക്കുകയല്ലേ നമ്മൾ, അങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ ചെയ്യാവുള്ളൂ. ഇത് ഇങ്ങനെ ഇളക്കി 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 കൊടുക്കണം. ഇതിങ്ങനെ തിളച്ച വെള്ളത്തിലോട്ട് വെച്ച് ഇതിനകത്ത് കിടന്ന് നല്ലപോലെ ചൂടാകും. അല്ലാതെ നമ്മൾ അല്ലാതെ നെല്ലിക്കയുടെ ഗുണവും എല്ലാം അങ്ങ് പോകുവേ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ നമ്മളെടുക്കുന്ന പാത്രം നോക്കിയെടുക്കണം, വെള്ളത്തിലോട്ട് മറിഞ്ഞു പോകരുത്. ഇപ്പോൾ കുറച്ചല്ലേ വേണ്ടുള്ളൂ, അപ്പോൾ അതൊരു സൈഡിലോട്ട് ഇതിങ്ങനെ ഇളക്കി 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 കയ്യിലോട്ട് ആവി അടിക്കും കേട്ടോ. തീ നല്ലപോലെ കുറച്ച് വെക്കണേ. വെള്ളം തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ലപോലെ ഒന്ന് ചൂടാകാനായിട്ട്. ഇത് തിളയ്ക്കണ്ട, ഇതിനകത്ത് കിടന്ന് ഈ എണ്ണ തിളയ്ക്കണ്ട കേട്ടോ. നല്ലപോലെ ഒന്ന് ചൂടായാൽ മതി. ഇളക്കി കൊടുക്കണം. നമുക്കിത് ആവശ്യത്തിനുള്ള ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. ഒരുപാടൊന്നും ഉണ്ടാക്കിയെടുക്കണ്ട. നമുക്ക് പിന്നെ ഒരാഴ്ചത്തേക്കുള്ളത് ഉണ്ടാക്കിയെടുക്കുക. ഇത്രയും മതി, ഒരുപാട് വേണ്ട. എണ്ണ വലിച്ചു വാരി ഇത് തലയിൽ തേക്കേണ്ട കാര്യമില്ല. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്.
എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായാൽ മതി, എണ്ണ തിളയ്ക്കേണ്ട. അപ്പം എണ്ണ നല്ലപോലെ ചൂടായി. നല്ലപോലെ ഇളക്കി കൊടുക്കണേ. നെല്ലിക്കപ്പൊടി ആണെങ്കിലും മുടി വളരാനായിട്ട് നല്ലതാണ്. നെല്ലിക്കപ്പൊടി, കരിഞ്ചീരകമാണെങ്കിലും മുടി കറക്കാനും ഒക്കെ നല്ലതാണ്. പിന്നെ പനിക്കൂർക്കയുടെ ഇല മുടി കറക്കാനും നല്ലതാണ്. അതുപോലെ ജലദോഷം കാര്യങ്ങളും ഒന്നും വരത്തുമില്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. മാറ്റി വെച്ച് തണുത്തതിന് ശേഷം നമുക്കെടുക്കാം. ചൂട് കാണും കേട്ടോ, കൈ പൊള്ളിക്കല്ല്. അപ്പം നമ്മുടെ എണ്ണയൊക്കെ നല്ലപോലെ കാച്ചി എടുത്തിട്ടുണ്ട്. കാച്ചിയല്ല, ചൂടാക്കി. നമ്മൾ വെള്ളം തിളപ്പിച്ച് അതിനകത്ത് വെച്ച് അങ്ങനെ വേണം. ഡയറക്റ്റായിട്ട് ഇത് എണ്ണ കാച്ചി എടുക്കുന്ന പോലെ എടുക്കരുത് കേട്ടോ, അങ്ങനെ എടുക്കരുത്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് അപ്പം നമുക്ക് കിട്ടുന്നത്. ഇത് തന്നെയാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ എടുത്ത് വെച്ച് നമ്മൾ മുടിയിൽ ഒരുപാട് തേക്കണ്ട, ഇങ്ങനെ മുടി വകഞ്ഞ് വെച്ച് നമ്മുടെ സ്കാൽപ്പിലേക്ക് ഇങ്ങനെ തേച്ച് നല്ലപോലെ ഇങ്ങനെ, ഒത്തിരി വാരി തേക്കാൻ വേണ്ട, കുറേശ്ശെ തേച്ച് കൊടുത്താൽ മതി കേട്ടോ. കുറേശ്ശെ ഇങ്ങനെ ഈ ഇതുണ്ട് ഇങ്ങനെ വിരലിലെടുത്ത് വെച്ച് ഇങ്ങനെ അങ്ങ് തേച്ച് കൊടുക്കുക. മുടിയുടെ പുറത്തോട്ട് പരട്ടണമെന്നില്ല, നമ്മുടെ സ്കാൽപ്പിൽ മാത്രം. അവിടെ നിന്നാണ് നമുക്ക് മുടി നരച്ച മുടി ഇങ്ങനെ പൊങ്ങി വരുന്നത്. അപ്പോൾ അവിടെ ആണല്ലോ നമ്മുടെ മുടി തുമ്പയിലൊന്നും നമ്മൾ തേക്കേണ്ട കാര്യമില്ല, ഇവിടെ മാത്രം ഇങ്ങനെ തേച്ച് കൊടുക്കുക. അപ്പോൾ നല്ലപോലെ ഇങ്ങനെ മുടി വകഞ്ഞതിന് ശേഷം ഇങ്ങനെ പുരട്ടി കൊടുത്തേച്ച് ഒത്തിരി നേരം ഒന്ന് മസാജ് ഒന്നും ചെയ്യണം. നമ്മൾ ഈ പുരട്ടി കൊടുക്കുന്നതിൻ്റെ ഒരു ഇത് മതി. പിന്നെ എന്നിട്ട് നമ്മൾ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും നമ്മുടെ തലയിൽ വെച്ചതിന് ശേഷം നമ്മളിത് വാഷ് ചെയ്ത് കളയാം. അപ്പം ചോദിക്കും ഷാമ്പു ഇനി എണ്ണ വെച്ച് നടക്കുന്നവർക്ക് ബുദ്ധിമുട്ട്, എണ്ണ തല അളിച്ച് വാരി തേക്കല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് നമുക്ക് കുറേ ദിവസത്തേക്കുണ്ടെന്ന് പറഞ്ഞത്. നമ്മളിങ്ങനെയാണ് തേക്കുന്നത്, അതുകൊണ്ടാണ്. അതുപോലെ ഈ ഇല കളയല്ല കേട്ടോ, എടുത്ത് പനിക്കൂർക്കയുടെ ഇല നമ്മൾ ഇതിനകത്ത് ഇട്ടേക്കുന്നില്ലേ, അതെടുത്ത് കളയരുത്, അത് അതിനകത്ത് കിടന്നോട്ടെ. എന്നിട്ട് നമുക്കിപ്പോൾ പനിക്കൂർക്കയുടെയൊക്കെ ഒരു നല്ലൊരു മണമുണ്ട് എണ്ണയ്ക്ക്. അപ്പം അത് നമ്മൾ തലയിലോട്ട് തേച്ച് വെച്ച് ഒരുപാട് വലിച്ചു വാരി ഇങ്ങനെ കുഴച്ചൊക്കെ വെക്കത്തില്ല, അങ്ങനെയൊന്നും ചെയ്യേണ്ടതേ. ചെറുതായിട്ട് ഇങ്ങനെ വെച്ചാൽ മതി. നമ്മുടെ ഈ തലയോട്ടിയിലോട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. നമുക്ക് നര എവിടെയാണോ കൂടുതലുള്ള അവിടോട്ട് നല്ലതായിട്ട് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ, കാര്യം നീർവീഴ്ചയോ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ലെങ്കിൽ തലയിൽ എണ്ണ വെച്ചേക്കുന്നത് അതിനകത്ത് പനിക്കൂർക്കയൊക്കെ ചേർന്നിരിക്കുന്നുണ്ട്, യാതൊരു സൈഡ് എഫക്റ്റും വരത്തില്ല. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് തലയിൽ പുരട്ടാം. അങ്ങനെ പുരട്ടി, പക്ഷേ ഇന്നങ്ങോട്ട് പുരട്ടി വെച്ച് നിങ്ങൾ തലമുടി കഴുകുമ്പോഴത്തേക്ക് കറക്കത്തില്ല. ഇത് അങ്ങനെ വിചാരിക്കുകയും ചെയ്യരുത്. ഇന്നിപ്പം അങ്ങോട്ട് പുരട്ടി ഇന്ന് തന്നെ ഇത് കറക്കത്തില്ല. നിങ്ങൾ ഒരാഴ്ചയെങ്കിലും ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കുക. ചെയ്തേച്ച് ഒരു മാസം കൊണ്ട് നമുക്ക് മുടി നല്ലപോലെ കറുത്ത് കിട്ടും. പിന്നെ കിളുത്ത് വരുന്ന മുടി കറുത്തായിരിക്കും നമുക്ക് വരുന്നത്. അങ്ങനെ ഒരു ഗുണം നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ എണ്ണ ഇത് സ്ഥിരമായിട്ട് അങ്ങ് ഉപയോഗിക്കുക. സ്ഥിരമായിട്ട് ഉപയോഗിച്ചേച്ച് പിന്നെ നിങ്ങൾക്ക് കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക്, ഒരു 2-3 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ആഴ്ച 2-3 പ്രാവശ്യമായിട്ട് ഉപയോഗിക്കാം. ഒരുപാട് കഷ്ടപ്പാടൊന്നും ഇല്ലല്ലോ എന്നേ, ഇച്ചിരി അല്ലേ ഉള്ളൂ. നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയല്ലേ, നമുക്ക് ഇത് വലിയ കെമിക്കലോ ഒന്നും ഇല്ലാത്തതാണ്, നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയാണ്. അപ്പം നമ്മൾ ഇത്രയും ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഒരാഴ്ചത്തേക്ക് കൂടുതലുണ്ട്, നമുക്കത് കുറേ ദിവസത്തേക്കുണ്ടത്. അപ്പം അതങ്ങനെ ദിവസം ഒന്ന് തലയിൽ പുരട്ടി നല്ലപോലെ ഒന്ന് ഒരു അരമണിക്കൂറെങ്കിലും വെക്കുക. അല്ലെങ്കിൽ 1 മണിക്കൂറാണ് വെക്കേണ്ടത്. ഇനി മടിയുള്ളവരാണെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും അത് വെച്ചിരിക്കണം. അങ്ങനെ വെച്ചതിന് ശേഷം തലമുടി നല്ലപോലെ കഴുകുക. പിന്നെ ഷാമ്പു ഇടാവുമെന്ന് ഇനിയിപ്പോൾ എല്ലാവരും ചോദിക്കും. ഷാമ്പു ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകാൻ ആവശ്യമുള്ളവരാണെങ്കിൽ ഷാമ്പു ഇടുക. നമ്മൾ ഒത്തിരി അങ്ങോട്ട് തലയിലോട്ട് വരുത്തേക്കൊന്നുമില്ലല്ലോ. പിന്നെ അതുപോലെ നിർബന്ധമുള്ളവരാണെങ്കിൽ താളി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഷാമ്പു ഒക്കെ ആകുമ്പോഴത്തേക്ക് വീണ്ടും അത് മൊത്തം അതിൻ്റെ ഗുണങ്ങളെല്ലാം അങ്ങ് പോകും. അതല്ല ഇനി താളിയൊന്നും ചെമ്പരത്തി ഒന്നും വീട്ടിൽ ഇല്ലാത്തുള്ളവർക്കാണെങ്കിൽ കടയിൽ താളിപ്പൊടി മേടിക്കാൻ കിട്ടും, അതാണേലും മതി. അതുമല്ല ഇനി ഇതൊന്നും കിട്ടാൻ മാർഗ്ഗമില്ലെങ്കിൽ ഒരു ശകല ഷാമ്പു ഒരു ഇച്ചിരി കപ്പിനകത്ത് കൂടുതൽ വെള്ളം എടുത്തേച്ച് ഒരു 2 തുള്ളി ഷാമ്പു അതിനകത്ത് ഒഴിച്ചേച്ച് ഒന്ന് പതപ്പിച്ച് അങ്ങനെ ഒന്ന് കഴുകിക്കളയുക കേട്ടോ. അല്ലാതെ ഷാമ്പു ഒരുപാട് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. എന്നാലേ നമുക്ക് അതിൻ്റെ ഗുണം കിട്ടുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പം ഇത് നമുക്ക് അലർജി പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ എണ്ണ. അപ്പോൾ ഇതിങ്ങനെ സ്ഥിരമായിട്ട് യൂസ് ചെയ്താൽ മുടി നല്ല കറുപ്പാകും. മഴക്കാറ് നല്ലപോലെ കയറിയിട്ടുണ്ട്, അതിനനുസരിച്ച് അങ്ങ് ഇരുണ്ട് മൂടുന്നുണ്ട് ഫോണിനകത്ത്. അപ്പം എന്നായിരുന്നു പറയാൻ വന്നത്, ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയുന്നത്, എൻ്റെ മുടി വളരുന്നതിൻ്റെത് ഞാൻ വീഡിയോയിലൂടെ ഇന്ന് കാണിക്കാമെന്നല്ല, ഇച്ചിരിയും കൂടെ ഒന്ന് വളർന്നോട്ടെ. ഇല്ലെങ്കിൽ എന്നെ എല്ലാവരും എടുത്തിട്ട് പൊങ്കാലയിടും. എല്ലാവരും പറയും ഈ മുടി വളരുന്നതിനാണ് എന്ന് ചോദിക്കും. എൻ്റെ മുടി എന്തോടെന്നുള്ള ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും എൻ്റെ മുടിയും കൂടെ ആയിട്ട് തന്നെ വീഡിയോ ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഉറപ്പായിട്ടും എനിക്ക് കിട്ടുന്ന റിസൾട്ട് എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കും. കാര്യം നിങ്ങൾ എന്നെ അതുപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നെ അത്ര സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എനിക്ക് കിട്ടുന്ന റിസൾട്ട് നിങ്ങളെയും കൂടെ അറിയിക്കണ്ടേ. അപ്പം മറക്കണ്ട കേട്ടോ. വീഡിയോ എല്ലാം കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാവേ.